നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. MP നികേഷ് കുമാറിനോളം CPM-നെ പിന്തുണയ്ക്കുകയും വെള്ളപൂശുകയും CPM-ന് വേണ്ടി മെഴുകുകയും ചെയ്യുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകൻ കേരളത്തിൽ ഉണ്ടാകില്ല. കാരണം അത്രത്തോളം അടിമുടി CPM-കാരനാണ് നികേഷ് കുമാർ. പല വേദികളിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ ചാനലിൽ അതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഈ ഇടത് ചായ്വ്, പ്രത്യേകിച്ച് പിണറായി ഭക്തനാണെന്ന് കൂടി MP നികേഷ് കുമാറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയേണ്ടി വരും. എന്നാൽ ഇന്നിപ്പോൾ അത്രത്തോളം പാർട്ടിയോട് ചേർന്ന് നിന്നിട്ടും എന്താണ് നികേഷ് കുമാറിന് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പട്ടിത്താറ്റും പുച്ഛവും. പിണറായി വിജയനോട് ഏറ്റവും കൂടുതൽ അടുപ്പം സ്ഥാപിച്ച് മറ്റൊരു ബ്രിട്ടാസ് ആകാനാണ് നികേഷ് കുമാർ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. ഇത് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കസേര ചൂണ്ടണം, അതും ഇങ്ങനെ മനക്കോട്ട കെട്ടിയിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെയായിട്ട് നികേഷ് കുമാർ മുൻപോട്ട് പോകുമ്പോൾ ഇപ്പോൾ CPM-ൽ നിന്ന് നികേഷ് കുമാറിന് അടിയോടടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നികേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണം എന്നുവരെയുള്ള ആഹ്വാനവുമായിട്ടാണ് ഒരു കൂട്ടം CPM-കാർ ഇപ്പോൾ അണിനിരക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഒരു സീറ്റ് നികേഷ് കുമാറിന് കൊടുക്കരുത് എന്നുള്ള ആവശ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ്. അങ്ങനെ അടിമുടി പ്രതിരോധത്തിലേക്ക് നികേഷ് കുമാർ വീണിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് തനിക്കെതിരെ ഒരു പടമുറുകുന്നു എന്ന് കണ്ടതോടുകൂടി നികേഷ് കുമാർ AKG സെന്ററിലെത്തി മോങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM-ന്റെ സൈബർ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ രൂപീകരിച്ച സോഷ്യൽ മീഡിയ ടീമിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിഭാഗത്തിന്റെ ചുമതലയുള്ള MP നികേഷ് കുമാറിന്റെ ഏകപക്ഷീയമായ നടപടികളിൽ പ്രതിഷേധിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ടീമിൽ നിന്നും പടിയിറങ്ങി. ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർമാരായ KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നിവരാണ് ടീം വിട്ടത്. പാർട്ടിക്കുള്ളിൽ നികേഷ് കുമാറിന് ലഭിക്കുന്ന അമിത പ്രാധാന്യത്തിലും ഏകപക്ഷീയമായ തീരുമാനങ്ങളിലുമുള്ള അതൃപ്തിയാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചനകൾ. കണ്ണൂരിലെ സുരക്ഷിത മണ്ഡലത്തിൽ നികേഷ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സൈബർ ടീമിലെ ഈ അസ്വാരസ്യങ്ങൾ പുറത്തുവരുന്നത്. കുറച്ചു ദിവസമായി നികേഷിനെതിരെയും സൈബർ ആക്രമണമുണ്ട്. MP രാഘവന്റെ മകൻ CPM-നെ തോൽപ്പിക്കും എന്നുള്ള തരത്തിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ പൊട്ടിത്തെറി വാർത്തയും പുറത്തുവരുന്നത്. അതേസമയം പാർട്ടിയുടെ സൈബർ ഇടപെടലുകൾ ലക്ഷ്യം കാണുന്നില്ല എന്ന വിലയിരുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതായിട്ടാണ് സൂചനകൾ. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നേരിട്ടിടപെട്ടാണ് നികേഷ് കുമാറിനെ AKG സെന്ററിലെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ തലപ്പത്ത് എത്തിച്ചത്. എന്നാൽ സമീപകാലത്തെ മേഖലാ ജാഥകളുടെ പ്രചാരണം പരാജയപ്പെട്ടുവെന്ന വിമർശനവും പാർട്ടിയിൽ ശക്തമാണ്. നികേഷ് കുമാറിനെ സംരക്ഷിക്കുന്നത് MP ഗോവിന്ദനാണെന്ന വികാരം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ടെലിവിഷൻ ചർച്ചകളുടെ മാതൃകയിൽ AKG സെന്ററിൽ നിന്നും സംവാദങ്ങൾ സംഘടിപ്പിക്കാനും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനുമായിരുന്നു പാർട്ടിയുടെ പദ്ധതി. ഇതിനായി കണ്ടന്റ് റൈറ്റർമാരും എഡിറ്റർമാരും ഉൾപ്പെടെ 45 പേരടങ്ങുന്ന വലിയൊരു സംഘത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. റിസർച്ച് എ ടോപ്പിക് എന്ന പേരിൽ രാഷ്ട്രീയ എതിരാളികളുടെ വാദങ്ങളുടെ മുനയൊടിക്കാനായിരുന്നു നീക്കം. എന്നാൽ പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയ നികേഷിന്റെ പ്രവർത്തന ശൈലി മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാനായില്ല. പാർട്ടിയുടെ കടുത്ത അനുഭാവികൾ പോലും സോഷ്യൽ മീഡിയ ഇടപെടലുകളിലെ പോരായ്മകൾ പരസ്യമായി ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രാജികൾ. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സൈബർ വിഭാഗം പരാജയപ്പെടുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെ ഉണ്ടായ ഈ പൊട്ടിത്തെറി പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ TV-യുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാണ് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനവുമായി നികേഷ് രംഗത്തേക്ക് വന്നതും അത് ഏറ്റെടുത്തതും. മുഖ്യമന്ത്രിയുടെ പിന്തുണ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ സൈബർ സഖാക്കളുടെ ഇടപെടലുകൾ പൊതുജന വികാരം എതിരാക്കുന്നു എന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. പല ക്യാപ്സൂളുകളും ചീറ്റിപ്പോകുന്നു. ഇതോടെ നികേഷിനെതിരായ വികാരം പാർട്ടിയിൽ ശക്തമാകുന്നതായിട്ടാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഇത് മാത്രമല്ല, സൈബർ ടീമിൽ നിന്ന് മാത്രമല്ല നികേഷിനെതിരെ വിമർശനവും പൊട്ടിത്തെറികളും പടയൊരുക്കവും. പാർട്ടിയിലെ ഒരു വിഭാഗം ഇപ്പോൾ നികേഷിനെതിരായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് MP രാഘവന്റെ മകന് അങ്ങനെ ഒരു അവസരം ഇനി പാർട്ടി കൊടുക്കണ്ട എന്നുള്ള ആവശ്യമാണ് പലരും ഉയർത്തുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിൽ കൂത്തുപറമ്പിൽ നടന്ന ആ ഒരു വെടിവെപ്പും MP രാഘവന്റെ പേരും കണ്ണൂരുകാർക്ക് മറക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു ഘട്ടത്തിൽ കണ്ണൂരിൽ കൊണ്ടുപോയി നികേഷ് കുമാറിനെ അങ്ങനെ നിർത്തേണ്ട കാര്യമില്ല, അങ്ങനെ പാർട്ടി ഒരു സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വാദവും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ മറ്റൊരു വഴിക്കൂടെ ഇനി ഒരു അവസരം കൊടുത്തിട്ട് എല്ലാവരുടെയും വീട്ടിലെ കിണറിൽ പോയി ഇറങ്ങാനാണോ എന്നുള്ള പരിഹാസങ്ങളും നികേഷ് കുമാറിന് നേരെ ശക്തമാകുന്നുണ്ട്. എന്തായാലും മാധ്യമ പ്രവർത്തനം മതിയാക്കി മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയ നികേഷ് കുമാറിന് തുടക്കത്തിലെ പാളി എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. പിണറായി വിജയൻ അത്ര കണ്ട്
നികേഷ് കുമാറിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ MV ഗോവിന്ദൻ മാത്രമാണ് ഒന്ന് ചേർത്ത് നിർത്തുന്നത്. എന്നാൽ പാർട്ടിയിൽ വീണ്ടും പൊട്ടിത്തെറികൾ നികേഷിന്റെ കാര്യത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ MV ഗോവിന്ദനും കൈവിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു കസേര നിയമസഭ മത്സരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു കസേര നോക്കി വെച്ചതും ഏതാണ്ട് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.